ഹായ് കുട്ടീസ്, ഗുഡ് മോർണിംഗ്. രാവിലത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ചോറ് കൊണ്ടുവരാനുള്ള സാധനങ്ങൾക്കുള്ളതെല്ലാം അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉള്ളി, തേങ്ങ, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചമ്മന്തിക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്ന് അരച്ചെടുക്കാനുണ്ട്. ആദ്യം തന്നെ ചമ്മന്തി അരച്ച് മാറ്റി വെച്ചു. ഇനി അവിയലിൽ വെക്കണം. അവിയലിനെല്ലാം അരിഞ്ഞ് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അത് ചതച്ച് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും എല്ലാം ഇട്ട് കലക്കി അടുപ്പിലോട്ട് വയ്ക്കാം. അടുത്ത് സാമ്പാർ വെക്കണം. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കുക്കറിലോട്ട് എടുത്തിട്ട് അതിനകത്ത് പരിപ്പും ഉപ്പ് എല്ലാം അരിഞ്ഞിട്ട് അതും അങ്ങോട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം വയ്ക്കാൻ. അതും അങ്ങോട്ട് സെറ്റാക്കി അതും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി തോരൻ വെക്കണം. അപ്പോഴത്തേക്കും അവിയലിനൊരു വിസിലൊക്കെ വന്ന് അത് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തോരന് കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം തട്ടിയിട്ട് പാവയ്ക്കാണ് മെഴുക്ക് പുരട്ടുന്നത്. അത് ഒരിടത്തോട്ട് മാറ്റി വെച്ച് അത് ഉപ്പൊക്കെ ഇട്ട് അടച്ച് ഇളക്കി മാറ്റി വെച്ചിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇനി പാൽ കുറച്ച് തിളപ്പിക്കാൻ വെക്കണം. ഉറയൊക്കെ ഒഴിക്കാൻ അതിനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാവയ്ക്ക് നമ്മുടെ മെഴുക്കുരട്ടി റെഡിയായി. നമുക്ക് മീൻ വറുക്കണം. മീൻ വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് മീനൊക്കെ പറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയൊക്കെ കൂടുതലിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ വറുത്തതിന്. അതിനൊക്കെ കുറച്ച് മുകളിലും കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതെല്ലാം ഇട്ടു. ഇനി ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം വെന്തൊന്ന് അതിന് കടുക് വറുത്തിടണം. കടുക് വറുത്ത് കുറച്ച് മസാലപ്പൊടി അതിൻ്റെ മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി അതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കുറുക്കി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ വറുത്തത് രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കാപ്പിക്ക് പുട്ടാണിന്ന്. ചോറും ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി പുട്ട് പുഴുങ്ങിയെടുക്കണം. പുട്ട് പുഴുങ്ങിയെടുത്തിട്ട് വേണം നമുക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പി വെക്കാൻ. അങ്ങനെ നമ്മുടെ എല്ലാ പണിയും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്കിനി ചോറ് വിളമ്പാം. അങ്ങനെ 3 പാത്രത്തിലോട്ടും ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ കറികളായിട്ട് കൊടുത്തു വിടുന്നത് മീൻ വറുത്തത്, ചമ്മന്തി, പിന്നെ അവിയൽ, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഒഴിക്കാനാണ് സാമ്പാർ വെച്ചത്. വേറെ കറിയായിട്ടൊന്നുമില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.